കൃഷിദീപത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരത്താണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ്. ഒരു കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു കോളേജ് ക്യാമ്പസിനകത്താണ് നിൽക്കുന്നത്. ഈ കൃഷിദീപത്തിന് കോളേജ് ക്യാമ്പസിനകത്ത് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ അധ്യായം നിങ്ങൾക്ക് പറഞ്ഞു തരും. VTB കോളേജിലാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കോളേജ് ക്യാമ്പസിനെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ ഒരു വലിയ കൃഷിത്തോട്ടമാണ്, 1.5 ഏക്കറിനോളം വരുന്ന കൃഷിത്തോട്ടമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് നിരവധി ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്, അതുപോലെ നിരവധി സംഗതികളാണുള്ളത്. തീർച്ചയായിട്ടും വളരെ അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവരോട് നമുക്ക് ഓരോ വിവരങ്ങളായിട്ട് ചോദിച്ച് അന്വേഷിച്ച് അറിയാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചോദിക്കാം. ഇതവിടെ കുട്ടികളൊക്കെ ഓരോ ജോലിയിൽ ബിസിയാണ്. നമുക്ക് ചോദിച്ചോക്കാം. ടീച്ചറെ, എന്താണ് വിശേഷം? സുഖം. ഇങ്ങനെ പോകണം. കുട്ടികളൊക്കെ ജോലിയൊക്കെ ആയിട്ട് ബിസിയാണ് അല്ലേ? ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു കോളേജ് ബേസ് ചെയ്തിട്ട്. ഒരു കോളേജ് ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ഫുഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന് കൊടുത്തതാണ് ഈ ഒരു പ്രൊജക്റ്റ്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അത് നമുക്ക് NSSനും നേച്ചർ ക്ലബിനും കൂടിയിട്ട് തന്നതാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ടോപ്പ് സോയിലൊക്കെ ഒഴുകിപ്പോയ ഒരു സ്ഥലമാണിത്. 1 ഏക്കർ 20 സെന്റ് ഉണ്ട്. അപ്പം അങ്ങനെ മേൽമണ്ണൊക്കെ നഷ്ടപ്പെട്ട് ഫലഭൂയിഷ്ടി ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇതെന്ന്. പിന്നെ നമ്മളിതിനകത്ത് 457 തൈകൾ വെച്ചിട്ടുണ്ട്. അത് 10 ഫീറ്റാണ് 2 ചെടികൾ തമ്മിലുള്ള അകലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ചെടികൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല കനോപ്പി മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ 10 അടി അകലം എന്ന് പറയുമ്പോൾ ഇലച്ചാർത്തുകൾ വരുമല്ലോ. പക്ഷേ ഇവിടെ കനോപ്പി മാനേജ്മെൻറ്റിനനുസരിച്ചാണ് ഈ മരങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് മൊത്തം ഭക്ഷ്യ ഫ്രൂട്ട്സും ആണ്, പ്ലസ് മെഡിസിനൽ പ്ലാന്റ്സ്. പിന്നെ നമ്മുടെ നാടൻ ഇനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ കാലാവസ്ഥയിൽ വളരുന്ന വിദേശികളായിട്ടുള്ള ചെടികളെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് മിനി. ഇവിടെ മലയാളം ടീച്ചറാണ് ഞാൻ. നേരത്തെ NSSന്റെ പ്രോഗ്രാം ഓഫീസർ ആയിരുന്നു. പിന്നെ NSSന്റെ പ്രോഗ്രാം ഓഫീസർ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങൾക്ക് 4 അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റിലും 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് യൂണിറ്റ് ആണ്. ഈ ഒരു ഐഡിയ ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോഴാണോ അതോ? ഇത് പഞ്ചായത്ത് നമുക്ക് തരുന്നൊരു അതെ. പിന്നെ അപ്പോൾ ജൈവോർഗ് എന്ന് പറയുന്ന കർഷക കൂട്ടായ്മയാണ് ഈ ഫുഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം അവരുടെയാണ്. അപ്പോൾ അതിൽ റജി ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം, സൂര്യപ്രകാശ് ചേട്ടൻ, അവർ അങ്ങനെ 2 പേരാണ് നമ്മുടെ ഇതിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളാണ് ഇതിന്റെ മെയിൻ്റനൻസ്. അതപ്പോൾ ഭയങ്കര ഒരു കോളേജ് ക്യാമ്പസിൽ കാണാത്തൊരു സംഗതിയാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവരുടെ ഒരു മാനസിക നില ഈ ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റിയത്? അത് വലിയൊരു കാര്യമാണല്ലോ. അതായത് ഇപ്പം ഇന്നത്തെ കാലത്തെ കുട്ടികൾ എളുപ്പമല്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇവിടെ ഒന്നാമത് നമ്മുടെ കോളേജിനെ കുറിച്ച് കൂടി മനസ്സിലാക്കണം. നാട്ടിൻപുറത്തെ കോളേജാണ്. അപ്പോൾ കുട്ടികളൊക്കെ സാധാരണക്കാരായ കുട്ടികളാണ്. ഒരു ടൗണിൽ വളരുന്ന അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ നല്ല കുട്ടികളാണ്. അതെ. അപ്പോൾ അവിടെയും നല്ല തന്നെയാണ്. പക്ഷേ ഇവിടെയും കുറെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്നത്. അതെ. അപ്പോൾ പക്ഷേ അവർ വേറെയുള്ള പണികൾക്കൊക്കെ ഇന്നത്തെ കാലം അറിയാലോ, ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ്. പക്ഷേ ആ ഒരു ആവശ്യമില്ലാത്തൊരു സമയം, അവരൊന്നും ചെയ്യാത്ത പഠിക്കാത്ത ഒരു സമയത്തിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്
ഒരു യുവജനങ്ങളെ എങ്ങനെ നല്ല വഴിയിലൂടെ മാറ്റിയെടുക്കാന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അത് അവർ നന്നായിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചപ്പോൾ ഇതിന്റെ ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഏതൊക്കെ രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്തത്. അപ്പോൾ ഇപ്പം അവരിത് വെച്ച കാലത്ത് അവർ ഈ വെച്ച കുട്ടികൾ പോയിട്ടോ ഇവിടുന്ന് പാസ് ഔട്ടായി പോയി. ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരിത് വെക്കുന്ന സമയത്ത് അവർക്കല്ലായിരുന്നു ഇത്. അപ്പൊ അവരെ ജൂനിയേഴ്സിന് വേണ്ടി. അതെ അതെ. അപ്പൊ ആ ഒരു മാനസികാവസ്ഥ ഇന്നത്തെ കാലത്ത് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതെ അതെ. ഇവിടെ ഇത് വെച്ച അന്ന് ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത VTBയിലെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ വെക്കുന്നത്. അപ്പൊ ആ ഒരു മനസ്സ് ഇവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ മാറ്റിവെക്കാനുള്ള. അതെ അതെ അതെ. പിന്നെ കുട്ടികൾക്ക് നാടൻ, നമ്മുടെ ഇടയിലുള്ള നാടൻ സസ്യങ്ങളും അതുപോലെ തന്നെയുള്ള മരങ്ങളൊന്നും അറിയാത്ത കുട്ടികളുണ്ട്. അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതെ 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 അതെ. അപ്പം അതൊക്കെ അറിയാൻ കഴിയുമല്ലോ അവർക്ക്. അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ അവനവന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിന്നിപ്പോൾ നമുക്ക് വിളവെടുപ്പ് രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതുവരെ? കിട്ടാറുണ്ട്. ഇപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യണത് കണ്ട, ഇവിടെ കണ്ട ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ ഉണ്ടാവേണ്ടതൊക്കെ ഇവർ കയറുമ്പോൾ അങ്ങനെ പറിച്ച് കഴിച്ചിട്ട് പോകും. അപ്പോൾ അവർക്ക് അത്യാവശ്യമൊക്കെ ഇവിടെ കയറിയ പേര കിട്ടും. പിന്നെ അവിടെ ചക്ക കായ്ച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ്ട ഏലം. ഏലാണത്? അത് ശരി. ഏലൊക്കെ പൂത്ത നിൽക്കുന്നുണ്ട്. അതെ അതെ അതെ. ഇതിന്റെ ഒരു മെയിൻ്റനൻസിന് എക്സ്പെൻസ് ഒരു ഘടകമാണ്. ഉണ്ട്. നല്ല ഞങ്ങൾ മാസവും ജീവാമൃതമാണ് ഇതിന് കൊടുക്കാറ്. അപ്പം ശരിക്കും 2 വർഷമായിട്ടുള്ളൂ. അതായത് ഒക്ടോബർ 23-ാം തീയതിക്ക് 2 വർഷം മാത്രം പ്രായമുള്ള ഒരു തോട്ടാണത്. അപ്പം ശരിക്കും 2 വർഷത്തിൻ്റെ വളർച്ച അല്ല അവർക്കുള്ളത്. അപ്പോൾ ഒരു മാസം ജീവാമൃതം കൊടുക്കാറ്. അത് അവർ വേറൊരു ഇതാണ്, എങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ ഇത്തരം കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതെ അതെ. കുട്ടികൾ തന്നെ ഉണ്ടാക്കുക. ഗോമൂത്രം, ചാണകം, പിന്നെ അതുപോലെ തന്നെ ചെറുപയർ പൊടി, പിന്നെ ശർക്കര, ഉണ്ട ശർക്കര ഉണ്ട് അത്, പിന്നെ കുറച്ച് മണ്ണ്, അതൊക്കെ. ഗോമൂത്രവും ചാണകവും ഒക്കെ വെച്ചൂർ പശുവിൻ്റെ കിട്ടാറ്. അത് ഇവിടുന്ന് സ്റ്റേഷനടുത്തൊരു വീട്ടിൽ നിന്ന് കുട്ടികൾ തന്നെ പോയി എടുത്തിട്ട് വരും. അവരെന്നെ ഉണ്ടാക്കും. പിന്നെ അതിനെ ഡയലൂട്ട് ചെയ്തിട്ട് 400 ലിറ്റർ വേണം ഈ ഒരു തോട്ടത്തിന്. 2 ബാരലാക്കിയിട്ട് വെള്ളം നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ഉള്ളത് ഉണ്ട്. അപ്പോൾ അവിടെ 2 പൈപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ന് വെച്ചിട്ട് ചെയ്യും. വേനൽക്കാലാകുമ്പോൾ തുള്ളി തന്നെയാണ്. അത് ജലത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാവുകയാണ്. ആവശ്യമില്ലാതെ കളയുന്നില്ല. അവർ തന്നെ കൃത്യസമയത്ത് അത് ഓൺ ചെയ്യും. ഒരു ദിവസം 20 മിനിറ്റാണ് ഉണ്ടാവുക. ഒരു ചെടിക്ക് 7 ലിറ്റർ വെള്ളം കിട്ടുന്ന രീതിയിൽ. അതെ അതെ അതെ. ഇതിന്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ആക്കി ഓരോ ദിവസം ഓരോ ആളുകൾക്കാണോ? അതെ അതെ. അത് നമ്മൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് 15 ലൈനുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട്. അപ്പോൾ ഓരോ ലൈന് ഒരു ലീഡർക്ക് ചാർജ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവര് അതെ അതെ. പിന്നെ 2-3 ലൈനിന് കോമൺ ആയിട്ടുള്ള ലീഡേഴ്സ് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ചെടികളിലെ വളർച്ച എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ജൈവ വൈവിധ്യം നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നോക്കിയൊക്കെ എത്ര തുമ്പികളുണ്ട്, നിറയെ പക്ഷികളുണ്ട്. അതെ അതെ അതെ. അപ്പോൾ സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു വശമാണ്. പക്ഷെ നമ്മൾ നാളെ ഇവിടെ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന എല്ലാ കാലത്തും ഭക്ഷണം കിട്ടുന്ന. അതെ അതെ അതെ. അപ്പോൾ അതും നല്ല ഭക്ഷണം. ഇത് ഫുൾ ഓർഗാനിക്കാണ്. ഇന്നത്തെ കാലത്ത് രാസവളവും അതുപോലെ തന്നെ മായം കലർന്ന ഭക്ഷണം അങ്ങനത്തെയൊക്കെ ഉള്ളതാണല്ലോ. അപ്പം അതൊന്നും ഇല്ലാതെ. പിന്നെ അതേപോലെ മറ്റുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, മനുഷ്യനല്ലാതെ ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന. അതെ, മയിലുകൾ ഇവിടെ കൂട് കെട്ടിയിട്ട് നിൽക്കുകയാണ്. അവർ ഉണ്ട്, കൂടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് വേറൊരു ഗുണമുണ്ട് കേട്ടോ. അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു ഭയം എന്താ വെച്ചാൽ, കുട്ടികളെയും കൊണ്ട് കയറുന്നതാണല്ലോ പാമ്പ്. മയിൽ നല്ലവണ്ണം ഉണ്ടെങ്കിൽ പാമ്പ് ഉണ്ടാവില്ല. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ചിലപ്പോൾ മയിലിന്റെ സാന്നിധ്യം ആയിരിക്കും. കൃഷി നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? നല്ലോണം. ഇപ്പൊ നിങ്ങൾ വരുമ്പോൾ ഒരു വാഴ അത് വെട്ടാറായിരുന്നു. പക്ഷെ അത് മുള്ളംപന്നി കയറിയിട്ട് നമ്മളവിടെ വേലിയൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലൂടെ തുരന്നിട്ടാണ് അവർ വരുന്നത്. ഓന്തിന്റെ മുട്ട ഞാൻ ആദ്യമായിട്ട് കണ്ടത് വിടുന്ന ഇങ്ങനത്തെ. ഈ ഒരു സ്ഥലം എനിക്കറിയാം. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ട് എക്സാം എഴുതാനും കാര്യങ്ങൾക്കായിട്ട്.
ഈ ഒരു ഇതെങ്ങനെയായിരുന്നു എനിക്ക് ഇതേപോലത്തെ ചുവന്ന മണ്ണ് ഇങ്ങനെ മൂടി കിടക്കുന്നു. ഇപ്പൊ നമ്മൾ വന്നപ്പോൾ ഒരു ഡിഫറെന്റ് ലുക്കാണ്. അതെ. പിന്നെ ഇതിനകത്ത് വേറെ ചെയ്തിരിക്കുന്ന 2 ഈ ജൈവോർഗ കർഷക കൂട്ടായ്മയുടെ സ്വന്തമായ ഒരു ആശയമുണ്ട്, ലൈവ് മൾച്ചിങ്, ലൈവ് ഷെയ്ഡിങ്. അപ്പൊ അത് വെക്കുന്ന സമയത്ത് ഈ ചെടി കണ്ടോ, ഇതിപ്പോൾ കരുന്നൊച്ചിയാണ്. അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടും ഇവര് പയറ്, ഉഴുന്ന് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി വരും. അതെ. അപ്പോൾ ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആട്ടോ. ഇപ്പോൾ ഒക്കെ മാറിക്കഴിഞ്ഞു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇതൊക്കെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ ഈ പയറിൻ്റെ ഇല കൊണ്ടുപോയിട്ട് അവർ വീട്ടിൽ ഭക്ഷണത്തിന് എടുക്കും. അപ്പോൾ കുട്ടികൾക്ക് നല്ല പോഷക സമൃദ്ധമായ ആഹാരം കിട്ടിയിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചു കൊടുത്തവയ്ക്ക് ഇവർക്ക് വളമാവും. ഇപ്പോൾ ലൈവ് മൾച്ചിങ് എന്നുള്ളത് നമ്മൾ പൊത ഇടുമല്ലോ, അപ്പോൾ അത് ജീവനുള്ള പൊത എന്നാണ് അവർ പറയുന്നത്. പിന്നെ വേനൽക്കണ്ടോ തുവര, ഇത് അട്ടപ്പാടി തുവരയൊക്കെയാണ്. അതെ അതെ. അപ്പോൾ ഈ തുവരയാണ് ഇവർക്ക് ഷെയ്ഡ്, വേനൽക്കാലത്ത് വല്ലാത്ത വെയിലാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ചെടികളെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത വിധത്തിൽ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതാണ് ഈ തുവരകൾ. അപ്പോൾ ഇതിനൊക്കെ ഗുണങ്ങളുണ്ട്. ഇതൊക്കെ മണ്ണിൽ വീണിട്ടാണ്. അന്ന് നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മണ്ണാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റിക്കും കൂടിയിട്ട് ഉള്ള. നമ്മളിത് തുടങ്ങുന്നതിന് മുന്നേ ഈ മണ്ണിന് എന്തെങ്കിലും അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ നടത്തിയിരുന്നോ? ഇതിന്റെ കൃഷി ടോട്ടൽ വേറെ ഏരിയ മൊത്തം നമ്മൾ ആദ്യം ഒരു വെറും ചുവന്ന മണ്ണായിരുന്നു. കൃഷിയോഗ്യമാക്കാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടുത്തെ കാട് വെട്ടിക്കളഞ്ഞു. കാട് വെട്ടിക്കളഞ്ഞിട്ട് അവര് ഇത് കുഴി ജെസിബിയും കൊണ്ടൊക്കെ തന്നെയാണ് ഈ കുഴി തന്നെ ഇവിടെ പെയ്യുന്ന വെള്ളം ഇതിനകത്ത് വീഴുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കുഴിയുടെ കൃത്യമായിട്ടുള്ള അളവുണ്ട്, നീളവും വീതിയൊക്കെ കണക്കാക്കിയിട്ട് തന്നെ എടുത്ത്. എന്നിട്ട് അതിൽ അവർ ജൈവവളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്തായിരുന്നു? ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ പുറകോട്ട് വലിച്ചൊരു സംഗതി എന്തെങ്കിലും ഉണ്ടായിരുന്നു? പുറകോട്ട് വലിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമായിരുന്നു അന്ന് കിട്ടിയപ്പോൾ. പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകം ഉണ്ടായിട്ടില്ല. കാരണം ഇവര് നമ്മുടെ കുട്ടികളെ കണ്ടിട്ടാണ് പഞ്ചായത്ത് ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്ട് തന്നത്. കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. അപ്പം അങ്ങനെയുള്ള അവരെ തന്നതാണ്. പിന്നെ വന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തുടക്കത്തിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ് 5 ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് 1.5 ലക്ഷം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ജീവാമൃതം എന്നൊക്കെ പറയണതിന് ഒരു മാസം അത്യാവശ്യം ചിലവ് വരും. അതൊക്കെ അതിനൊക്കെ ഉള്ളൊരു സാമ്പത്തിക ബാധ്യത നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന്? ഇപ്പോൾ അത് തന്നിട്ടില്ല, പിന്നീടൊന്നും തന്നിട്ടില്ല. ഇല്ല അത് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അവരുടെ പ്രൊജക്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഞാൻ ഇതുമായിട്ട് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട്. ടീച്ചറെ സഹായിക്കാൻ ഇതിൽ മക്കളെ കുട്ടികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ആരൊക്കെയാണ്? നമ്മുടെ സ്റ്റാഫ്, പ്രിൻസിപ്പൾ, സ്റ്റാഫ്, മാനേജ്മെന്റ് എല്ലാവരും നമ്മളെ കൂടാറുണ്ട്, സഹായിക്കാറുണ്ട്. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയൊരു പ്രോജക്റ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ഇതാണ്. പരസ്പര സഹായം ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ശക്തിയും ദൗർബല്യവും എന്ന് പറയുന്നത് കുട്ടികൾ ഇതിനകത്ത് ഇറങ്ങിയത് തന്നെയാണ്. കപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? കപ്പ വേണമെങ്കിൽ വെക്കായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ പന്നിയുടെ ശല്യം കാരണം പേടിയാണ്. രാവിലെ നമുക്ക് ഇവിടെ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനെന്നുള്ള രാവിലെ ഉണ്ടാവില്ല. ഇവർ ചെയ്യുന്നത് 3:30 കോളേജ് വിട്ട് കഴിഞ്ഞ സമയത്ത് 3:30 ക്ലാസ് വിടും. ക്ലാസ് ടൈം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറില്ല. ഇല്ല. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയത്ത് വിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ അത്രേ വേണ്ടി വരും. ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് അത്രേ വേണ്ടി വരും. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എന്താണ് ഒരു റെസ്പോൺസ്? അവർക്ക് സന്തോഷമാണ്. കാരണം കുട്ടികൾ ഇങ്ങനെ അതെ. ഇവരാണ് നമ്മുടെ കുട്ടികൾ ഭയങ്കര ജോലിയിലാണ്. അതെ. ഇവര് നമ്മളെ കണ്ടപ്പോ ജോലി ചെയ്യാണോ? അല്ലല്ല. ഇതുണ്ടോ നമ്മുടെ ഓരോ ചെടികളും കണ്ടാലറിയാം അത് അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ പറിക്കുന്ന എല്ലാരും ഒന്ന് വരുമോ? ഫസ്റ്റ് ഇയറാ?
സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഉണ്ട് അല്ലേ? എങ്ങനെ ഇഷ്ടമാണോ അതോ ടീച്ചർ പേടിപ്പിച്ചിട്ടാണോ? അല്ല ഇഷ്ടമൊക്കെ തന്നെ. നമുക്ക് പ്രകൃതിയോട് കൂടുതൽ ഇടപഴകാൻ, പിന്നെ ടീച്ചറുടെ ക്ലാസ്സുകളിലും ടീച്ചർക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് നേരമുള്ളൂ. ക്ലാസ് എടുക്കുമ്പോഴും ഭയങ്കര ഇൻവോൾവ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. മറ്റു കോളേജിലെ കുട്ടികളൊക്കെ എന്താ പറയാറുള്ളത്? അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫുഡ് ഫോറസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഞങ്ങളെ ഒരു കൃഷി പോലെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ആശ്ചര്യമാണ്. കാരണം വേറെ കോളേജുകളിലൊന്നും ഇങ്ങനെ കേൾവി ഇല്ലാത്തൊരു സംഭവമാണ് ഫുഡ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ വേറെ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ന്യൂസിൽ വന്നപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർക്കൊരു പ്രചോദനമൊക്കെ ആവുന്നുണ്ട്. അതെ. ഈ സമയം ഗെയിം കളിച്ചാൽ കുറച്ചുകൂടി സുഖമല്ലേ? ഗെയിം നമുക്ക് ജീവിക്കണമല്ലോ, അപ്പോൾ ഗെയിമിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രകൃതി സസ്റ്റെയിൻ ചെയ്യണം. വീട്ടിൽ നിന്നൊക്കെ എന്താണ് പറയാറുള്ളത്? വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. നല്ല സപ്പോർട്ട്. എന്തൊക്കെ ജോലി ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട്? ഈ ജോലി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ട്രിപ്പിങ്, ഈ വെള്ളം നനക്കടി, അതൊക്കെ പിന്നെ കൃഷി നമുക്ക് അറിയാം. ഇപ്പം നിലവിൽ ഒരു ജോലി കിട്ടിയിട്ടില്ല ഈ നവമാധ്യമം മാറ്റി വെച്ചുകൊണ്ട് കുറച്ചുകൂടെ കൃഷിയോട്ട് ഇറങ്ങി ചിന്തിക്കാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം ടീച്ചർ ഉണ്ടാക്കി തന്നു ഞങ്ങൾക്ക്. ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ടീച്ചർ തന്നെയാണ്. ടീച്ചർ മലയാളമാണ് എടുക്കുന്നത്. ക്ലാസ്സിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇല്ലില്ല, അതെല്ലാം കൂടെ ഒരു കൃഷിയോട് കൂടുതൽ യോജിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ക്യാമ്പുകൾ കിട്ടാറുണ്ട്. കുറച്ചുകൂടെ ഇപ്പോൾ ഫോറസ്റ്റിലൊക്കെ ക്യാമ്പുകളൊക്കെ വെച്ച് അവിടെ കൂടെ കൂടുതൽ പഠിക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ കുറേ പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവ് സാധനമാണ്. അവർക്കൊക്കെ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? അവരെ ഒരു എന്താ പറയുക, വേറെ എവിടെയും കാണാത്തൊരു സാധനം പറയാൻ കുറച്ചുകൂടെ ഒരു അവർക്കും ചെയ്യണം എന്ന രീതിക്കുള്ള ഒരു പോസിറ്റീവ് സാധനം കിട്ടുന്നുണ്ട് നമുക്ക്. എപ്പോഴാണ് ഒരു 3:30 മണിക്കൊക്കെ? അതെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങി. എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യാറ്? ഞങ്ങൾ ഈ കളയിൽ 4 പുറമുള്ള പുല്ലുകൾ പറിക്കുക, നനയ്ക്കുക, പിന്നെ വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുക ചെയ്യണത്. അത് പറഞ്ഞു ടീച്ചർ. ജീവാമൃതം, ചാണകം, പിന്നെ ഗോമൂത്രം. ചാണകക്കാര് കൊണ്ടുവരും. ആരെ കൊണ്ടുവരാറ്? അങ്ങനെ ഇന്ന ആൾക്കാരൊന്നുമില്ല, ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ടൈമിലും ഓരോ. ഇതിൽ എത്ര ലീഡേഴ്സ് ഉണ്ട്? ഇവിടെ 15 ലൈൻ ഉണ്ട്. ഓരോന്നിലും ഓരോ ലൈൻ ലീഡേഴ്സും പിന്നെ മെയിൻ ലീഡേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷം പിന്നെ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നൊക്കെ അവരുടെ NSSന്റെ ഭാഗമായിട്ടൊക്കെ വിസിറ്റേഴ്സൊക്കെ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇന്ത്യൻ ഫോറസ്ട്രി സർവീസിൽ നിന്ന് ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ വന്ന് റിസർച്ച് ചെയ്തിട്ട് അവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇത്രയും ഇവിടെ ഒരു വേസ്റ്റ് ലാൻഡ് ആയിരുന്നല്ലോ, അപ്പോൾ ഇവിടെ ഇത്രയും ഒരു ബയോമാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഇത്രയും ഈ ചുരുങ്ങിയ കാലയളവിൽ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അത് ശരി. ഈ അടിയത്ത് തന്നെ. പിന്നെ ഇവിടെ നിന്ന് ആന്ധ്രാപ്രദേശിലെ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ചെയർമാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ വൈറൽ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ആണ്. കേരളത്തിലെ തന്നെ ആദ്യം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ ഫുഡ് ഫോറസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ജൈവവർക്ക് എന്നുള്ള രചയനായാലും പുള്ളിയുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു ബയോമാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇത് പഠനത്തെ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുണ്ടോ? പഠനത്തെ ബാധിക്കില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ടൈം ഉണ്ടല്ലോ. കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ടീച്ചർ ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടി കുട്ടികളെല്ലാവരും ഒത്തുചേർന്നിട്ട് വരലുള്ളത്. ക്ലാസ് കഴിഞ്ഞ 4 മണി മുതൽ. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കൊക്കെ അറിയാം, എനിക്കൊന്നും പഠിക്കാൻ തീരെ ഇഷ്ടമല്ല. ഒരു സമ്മർദ്ദം ഉണ്ടാവും. സമ്മതിക്കില്ല. അല്ല, ഇവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പേരായിട്ട് നിൽക്കല്ലേ, എല്ലാവരുമായിട്ട് കൂടുമ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം ഫോണിന്റെ 4 സ്ക്രീനിൽ മാറിയിട്ട് എല്ലാവരുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്തിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇവിടെ ഞാൻ പറയുമ്പോൾ കുറച്ച് ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഇരിക്കാനുള്ള സ്ഥലം നമുക്ക് അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും കൂടി നിന്ന് ഓരോരോ വർക്കിലാവും. നമ്മൾ ഈ പണി കഴിഞ്ഞു പോകണത് അറിയില്ല. എല്ലാവരും കൂടി ഇപ്പൊ ഇവിടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ പണി പെട്ടെന്ന് കഴിഞ്ഞു തമാശകളൊക്കെ പറഞ്ഞ് ക്ഷീണം അറിയില്ല. ഇങ്ങനെ പോവും. എത്ര മണിക്കൂർ ഇവിടെ ഒരു ദിവസം നിങ്ങൾ? അങ്ങനെയൊന്നുമില്ല, 1 മണിക്കൂറോളം. എല്ലാ ഡേയ്സും കറക്റ്റ് ആയിട്ട് നിൽക്കണമെന്നില്ല. ഉള്ളപ്പോ ഇതിലേതെങ്കിലും ഇപ്പോ കുറെ സംഗതികളുണ്ടല്ലോ, ഇതിനൊക്കെ പല രീതിയിലുള്ള പരിചരണം ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമ്മളിവിടെ കനോപ്പി മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ചെടികൾക്കും നമ്മൾ 10 ഫീറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു നല്ല ഹൈ കനോപ്പി ഉള്ളതാണെങ്കിൽ തൊട്ടടുത്ത് വരുന്നത് ലോ കനോപ്പി ഉള്ളതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് ഹൈ ലോ അങ്ങനെ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ടെമ്പററി ഉണ്ട്. അതായത് വാഴ അതേപോലെയുള്ള ടെമ്പററി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അത്
ഭാവിയിൽ ഇവിടെ ഉണ്ടാവില്ല, മറ്റ് മരങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ നമ്മളൊരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മയിലൊക്കെ വന്നിട്ട് മുട്ടയിട്ട് വിരിഞ്ഞ് പോയിട്ടുള്ളതൊക്കെ ഉണ്ട്, പിന്നെ മുയൽ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാത്രമല്ല ബാക്കി എല്ലാ ചുറ്റിനുള്ള ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് ഉണ്ട്. മയിലുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടി ധൈര്യമായി, കാരണം ഇവിടെ പാമ്പില്ല എന്നുള്ളൊരു ധൈര്യം. കാരണം മയിൽ വന്ന് മുട്ടയിട്ട് വിരിഞ്ഞപ്പോൾ അതൊരു ധൈര്യമായി. പിന്നെ കുട്ടികൾ ആ മുക്കിയൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി കാട് കൂടുതലാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അവിടേക്കൊക്കെ വിടാനൊരു എല്ലാവർക്കും കൂടി പോകാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മയിലിനൊക്കെ കണ്ടപ്പോൾ ആ ഒരു പേടി കൂടുതലും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ സന്തോഷമാണ്. എല്ലാവരും നടക്കുന്നത് ക്യാമ്പസ് ഇലക്ഷൻ എന്നാണ് 31-ാം തീയതി അല്ലേ? അപ്പോൾ ഇതിൽ അങ്ങനെ പാർട്ടി ബേസ് അങ്ങനെ ഒന്നുമില്ല അല്ലേ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അത്? അതോ ഇൻട്രസ്റ്റ് മാത്രമേ വരുള്ളൂ. നമ്മൾ ആരും വിളിച്ചിട്ടില്ല. ഇന്ന ദിവസം ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വരാന്ന് പറഞ്ഞിട്ടാണ് നേച്ചർ ക്ലബിന്റെ ഗ്രൂപ്പിൽ വരുന്നത്. നമുക്കിപ്പോൾ ഓരോ 3-4 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലിടും ഇന്ന സമയത്ത് നമ്മൾ എത്തും. താല്പര്യമുള്ളവർ അവരായിട്ട് വരികയാണ്, നമ്മൾ ആരും ഫോഴ്സ് ചെയ്യില്ല, വരുന്നില്ലെന്നും കൂടി ഞങ്ങൾ ചോദിക്കുന്നില്ല. അപ്പോൾ അവരായിട്ട് അവരുടെ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ. അപ്പോൾ ഈ എന്നിട്ട് തന്നെ ഇത്രയധികം ആളുകൾ ഇപ്പോൾ ഇതിൽ നിങ്ങളിങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിൽ നിന്ന് ഫൈനാൻഷ്യലി നമുക്ക് കിട്ടുക പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ അട്ടപ്പാടി തോരയാണ്, റയർ സ്പീഷീസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ നേച്ചർ ക്യാമ്പൊക്കെ തരുമല്ലോ ഈ ഫോറസ്റ്റിൽ നിന്ന്. അപ്പോൾ അതിലേക്ക് ഒരു പ്രാവശ്യം ഒരു കുറച്ച് ശതമാനം പൈസ നമ്മൾ ഈ തോര വിറ്റിട്ടുണ്ടാക്കി, അട്ടപ്പാടി തോര വിറ്റിട്ടുണ്ടാക്കി. പിന്നെ വരാനുള്ള പൈസ, പിന്നെ വരാനുള്ള ഒരു പൈസ എത്ര രൂപ കിട്ടി? ഒരു 3-4 നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, കടമ്പഴിപ്പുറം കൊണ്ടുപോയി. പിന്നെ ഒന്നുകൂടി ആ ടീച്ചർക്ക് അത്ര വലിയ താല്പര്യമില്ല ആ ഒരു ഭാഗം, ഫൈനാൻഷ്യൽ വശം അല്ലേ? അപ്പൊ അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വേറെയും കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ കൊയ്യക്ക, പേരക്ക, പിന്നെ അതേപോലെ തന്നെ വാഴക്കോല ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ടോ? കൊയ്യൊക്കെ ഓരോരുത്തർ പറിച്ചുകൊണ്ട് പോവുക, ഓരോരുത്തർ വൈകുന്നേരം വരിക പറിക്കുക പോവുക, ആ ഒരു ലെവലാണ്. അപ്പോൾ അത് കിട്ടലുണ്ട്. പിന്നെ പപ്പായ, ഇഷ്ടംപോലെ വഴുതന, പയർ, അതേപോലെ ആദ്യമൊക്കെ ഇതിൻ്റെ ചുറ്റിനും പയർ, വഴുതന അങ്ങനെയുള്ള ചെറുതായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ നമ്മൾ തുവരയ്ക്ക് മാറിക്കണം. അപ്പോൾ ഇഷ്ടംപോലെ പച്ചക്കറികൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്ഥിരമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഈ പയർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ലെഗ്മിനസ് ഒന്നും ഇപ്പോൾ നമ്മൾ ഒഴിവാക്കി, കാരണം ഇപ്പോൾ നമ്മൾ തുവരയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അത് തുടക്ക സമയത്തായിരുന്നു നമ്മൾ പൊതി ഇട്ട് കൊടുക്കുന്നത്. അത് വളരെ ചെറിയ ചെടിയല്ലേ, അപ്പോൾ നമ്മളൊന്ന് കുറച്ചും കൂടി അടുത്തേക്ക് ആവട്ടെ പറഞ്ഞിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുത്തത്. ഇവിടെയും കുറെ പേരുണ്ട്, ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അല്ലേ? നിങ്ങളൊക്കെ എന്താ ചെയ്യണേ? PG ഫസ്റ്റ് ഇയേഴ്സ്. PG ഏതാണ്? M.Com ആണ് അല്ലേ? അപ്പോൾ പഠിത്തത്തിന്റെ കൂടെ ഇതൊക്കെ പോകുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യാറുണ്ട്. കാര്യങ്ങളൊക്കെ പഠിഞ്ഞോ ഇവിടുത്തെ ഈ ഇതിന്റെ പേരുകളും? ഏകദേശം അപ്പോൾ ടീച്ചറെ, കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എവിടെയും കാണാത്തൊരു എനർജി കാണുന്നുണ്ട്. അവരാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, എല്ലാം അവരാണ് അല്ലേ? എന്തായാലും ഇങ്ങനെ ഒരു തലമുറനെ ഇങ്ങനെ വാർത്തെടുക്കാൻ കുറച്ച് പണിയെടുത്തോ? ഇല്ല, അവര് ശരിക്കും ചിലപ്പോൾ എൻ്റെ കോർഡിനേറ്റർ അവരാ തോന്നുന്നു എനിക്ക്. അങ്ങനെയാണ് അവർ കുറെ കാര്യങ്ങൾ പഠിക്കാൻ. തീർച്ചയായിട്ടും. ഇവിടെ സീതാപ്പഴമൊക്കെ
എനിക്കൊന്ന് സീതാപ്പഴത്തിനൊക്കെ മാർക്കറ്റ് നല്ല അതെ 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 വില. ഉണ്ടായി വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ എത്തിയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് നമ്മൾ ആ പറഞ്ഞ വളം അല്ലാതെ വേറെ എന്തെങ്കിലും വേറെ ഒന്നും ഇടാറില്ല. പിന്നെ ഇത് ഉണ്ട്, ഇത് ഇങ്ങനത്തെ പുല്ല് പറിച്ചിട്ട് നമ്മൾ ഇതിന്റെ ചോട്ടിൽ കൊടുക്കും. അതിനെ വളമാക്കിയിട്ട് ഒന്നങ്ങോട്ട് വാടിയതിന് ശേഷം അവർ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കും അല്ലേ? അവിടെ വാഴപ്പഴം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പുല്ലൊക്കെ പശുവിന് അരിഞ്ഞു കൊടുക്കൂട്ടോ. അരിഞ്ഞു കൊടുക്കാറുണ്ട്. ഉണ്ട്. അതിവിടെ അത് ആരെങ്കിലുമൊക്കെ വന്ന് അരിഞ്ഞു പോവാ? അല്ല, നമ്മുടെ ഇവിടെ തന്നെയുള്ള വാച്ച്മാൻ അദ്ദേഹം നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കാറുണ്ട്. അത് ശരി. പിന്നെ അടുത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഇവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾ ചെയ്യുന്നതാണല്ലോ. അതെ അതെ. മൂപ്പായുണ്ട്. ഏകദേശം മൂപ്പായിട്ടുള്ള ഏതാണ്? ഇത് ഞാലിപ്പൂവൻ അല്ലേ? അതെ അതെ. ഇവിടെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് പ്ലാൻ ചെയ്തതായിരിക്കും ഇപ്പൊ ഇതൊക്കെ, അതോ അല്ല അതിനുശേഷം റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്? അതായത് ഇതിൽ ചില കാഷ്വാലിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവര് സോഷ്യൽ ഫോറസ്ട്രിന്ന് പാലക്കാട് നിന്ന് എടുത്തിട്ട് വന്ന തൈകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ തൈകൾ? അവര് ഫ്രീ ആയിട്ട് തരുമല്ലോ നമുക്ക്, സൗജന്യമായിട്ട്. അതിപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അത് അവൈലബിൾ ആണ്? അങ്ങനെ അതെ, സാധാരണക്കാരുടെ കാര്യം അറിയില്ല, കൊടുക്കണ്ടായിരിക്കും. അറിഞ്ഞൂടാ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂൺ 5 തരുമല്ലോ. അത് ശരി. അത് കുറച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇവിടെ ഒന്നും അങ്ങനെ കാഷ്വാലിറ്റീസ് വന്നിട്ടില്ല, പക്ഷെ ആ ഭാഗത്തുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാര്യം? ചില തൈകളില് അത്രേ ഉള്ളൂ, സ്വാഭാവികമായിട്ട് ഒരു കുറച്ച് ശതമാനം പോകുമല്ലോ. പോകുന്നുണ്ട്, അങ്ങനെ പോയതാണ്. അതെ. ഇവനെന്തോ സ്വകാര്യം പറയുന്നുണ്ട്. ഇത് അവിടെ സ്വകാര്യം പറയും. എന്റെക്കാളും വിവരം ഉണ്ടായിരുന്നു. അതാണ്. അതെ 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 അതെ. വന്യമൃഗങ്ങളുടെ ശല്യം കുറച്ച് നമുക്ക് നോക്കിയാൽ ചിലതിൻ്റെയൊക്കെ ചോട് മാന്തിയിട്ടുണ്ടാവും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോട്ടെ. മയില്, പന്നികളൊക്കെ അല്ലേ? മുള്ളംപന്നിയാണ് നല്ലോണം ഉള്ളത്. അതെ അതെ, മുള്ളംപന്നിയുടെയാണ് ഉപദ്രവം നമുക്കുള്ള. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സൈഡ് നോക്കിയിട്ടുണ്ട് മാക്സിമം, അത് പോസിബിൾ അത്ര സക്സസ് ആയിട്ടില്ല. ഇല്ല. അതൊക്കെയാണ് നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത്. വെല്ലുവിളികൾ അല്ലേ? ഈ മയില്, സാധാരണ മുള്ളംപന്നിയുടെ പ്രശ്നം നമ്മുടെ ഈ ഏരിയയിൽ ഉണ്ടാവാറുണ്ടോ? ഈ ഏരിയയിൽ ഫോറസ്റ്റ് ലാൻഡാണ്, പകുതി ഫോറസ്റ്റിന്റെ ലാൻഡാണ്. കോളേജ് നിൽക്കണതായാലും ഫോറസ്റ്റിന്റെ ലാൻഡാണ് പകുതി. അപ്പോൾ അതിൻ്റെതായുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യാ പറഞ്ഞാൽ അത് കണ്ടെത്തേണ്ടത്. വേലിയൊക്കെ ഉണ്ട്, ഉണ്ടോ? നല്ല വേലിയൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഇന്ന് വന്ന വഴി കൂടെ, ഇവര് അടച്ചിട്ട വഴിയിലല്ല നാളെ വരിക. അതാണ് കുഴപ്പം. അതെ, അവര് വഴി ഉണ്ടാക്കും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽക്കണ്ടേ. അതെ അതെ അതെ, ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ അവര്. ആയിട്ടാണ് ഇത് വരുന്നത് വെച്ചാൽ നമുക്ക് അധികം കാഷ്വാലിറ്റി വരില്ലായിരുന്നു. പക്ഷെ ഇത് ചെറിയ ചെടികൾക്ക് ആക്രമിച്ചപ്പോഴാണ് നമുക്ക് കൂടുതൽ കാഷ്വാലിറ്റീസ് വന്നത്. നന്നായിട്ട് തന്നെ അതിന് സർവേ എടുത്തിട്ട് പുതിയത് റീപ്ലാന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിന് ചുറ്റിപ്പം മതിലാണോ ഉള്ളത്, അതോ ഒരു സൈഡ് മതിലാണ്, ബാക്കി രണ്ട് സൈഡ് നമുക്ക് കമ്പയർ വെച്ചിട്ട്? ഈ മതില് കെട്ടുമ്പോൾ അതിന് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു പ്രശ്നം? മതിലിലൂടെ മതിലിന്റെ പ്രശ്നമില്ല, അത് വരില്ല. ഇത് കൂടെ കമ്പിവേലിയുടെ ഭാഗത്ത്. അപ്പൊ മതില് കെട്ടിക്കഴിഞ്ഞാൽ അല്ലേ, അതിനുള്ളൊരു സാമ്പത്തിക സഹായം ടീച്ചർ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താലേ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ഇല്ലേ? കൂടില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം അല്ലേ? ലക്ഷങ്ങൾ വേണ്ടി വരും. പക്ഷെ ഈ ഒരു പ്രശ്നം കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം നമുക്ക് അധികം എഫക്ട് ചെയ്യില്ല. കാരണം ചെടികളൊക്കെ വലുതായല്ലോ. ഇപ്പോൾ ഈ ചെറിയ ചെടികളായതുകൊണ്ടാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. എന്തായാലും എനിക്ക് ഇപ്പോൾ അവരുടെ പ്രായത്തിലുള്ള ആളുകൾ ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്. കാര്യം അവരുടെ എനർജിയാണ് ഇതിന്റെ റിസൾട്ട് ഭയങ്കര. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർ ആളുകളും കാണണ്ട. ഇപ്പൊ പശുക്കൾ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ചാണകം വരെ അന്നത്തെ ഈ ഒരു പ്രായമുള്ള കുട്ടികൾ മടി കാണിക്കുന്നവർ. ഇവരത് ഭയങ്കര മണം അതിനുണ്ടാവുക. പക്ഷെ അവരത് ഒരു മടിയില്ലാതെ ചെയ്യാന്ന് പറയണത് തന്നെ വലിയൊരു കാര്യം. അതെ അതെ. അപ്പൊ പ്രശംസനീയമാണ് അല്ലേ? തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനി ഈ നിങ്ങളുടെ അടുത്ത ബാച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അവർക്കൊരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത്? ബാച്ചിന് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തിരുന്ന ഓരോന്നും ഞങ്ങൾക്ക് ഡോക്യുമെൻ്ററി, അതേപോലെ തന്നെ ഒരു കുറച്ച് അവാർഡ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. NSSൻ്റെ ഭാഗത്തുനിന്നാലും നേച്ചർ ക്ലബിൻ്റെ ഭാഗത്തുനിന്നാലും ഞങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി ബോർഡിനൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവർക്കൊരു പ്രചോദനമാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ പോണ ക്യാമ്പുകളായാലും അവിടെ പോയിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് മൂന്നാർ വട്ടവട പാമ്പാടി ചോല എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിലേക്കാണ്. അതിന് മുമ്പ് നമ്മൾ പോയത് ഇടുക്കി വന്യജീവി സങ്കേതത്തിലേക്കാണ്. അങ്ങനെ ഒരുപാട് ക്യാമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പുതിയ ഓരോരോ അനുഭവങ്ങളും പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് അതേപോലെയുള്ള ഇതൊക്കെ കാണാൻ നമുക്കൊരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള തലമുറ പ്രചോദനമായിരിക്കും.
പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ അവരെ കൂടെ കൂട്ടുമല്ലോ, കൂട്ടും ചെയ്യും, അവർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയും, മനസ്സിലാവും. അവർക്ക് ഇതിന്റെ ഒരു എന്താ പറയുക, ഇതിന്റെ ഒരു എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഒരു രസമൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കൂടുതൽ വരാൻ തന്നെ നോക്കണം. ഇപ്പം വന്ന ജൂനിയേഴ്സ് ആയാലും ശരി, ഫസ്റ്റ് ഇയേഴ്സ് ആയാലും ശരി, ഏട്ടാ എപ്പോഴാണ് ഞങ്ങളുടെ സെലക്ഷൻ ഞങ്ങൾക്കും വരണം എന്നൊക്കെ തന്നെ പറയുന്നത്. കാരണം ഞങ്ങൾ പോയതിൻ്റെയൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർക്കും ഒരു കൗതുകം ഉണ്ടാവില്ലേ, ഇനി ഞങ്ങൾക്ക് ചെയ്യണം, ഞങ്ങൾക്കും പോകണം, അടിപൊളി സ്ഥലങ്ങൾ. കാരണം നമ്മൾ പുറത്ത് ടൂറിസ്റ്റുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തും കൂടി നമ്മൾ ഫോറസ്റ്റുകാർ കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു പ്രചോദനമായി തോന്നുന്നത് പ്രതീക്ഷിക്കുന്നത്. ടീച്ചറെ, നമുക്ക് ഈ മറ്റു കോളേജിലെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പല ക്യാമ്പുകളിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അങ്ങനെ എന്തെങ്കിലും ആലോചനകളുണ്ടോ? നിലവിൽ അങ്ങനെയുള്ളൊരു, കാരണം അവർക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യമാണ് നമുക്ക് വേണ്ടത്. ഹോസ്റ്റൽ കാര്യങ്ങൾ നമ്മുടെ കോളേജിലില്ല. അപ്പോൾ അങ്ങനെ ഒരു സമീപനം വന്നാൽ കോളേജായിട്ട് അത് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനും കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാവാനൊക്കെ അങ്ങനെ ഒരു ക്യാമ്പ് സെറ്റപ്പ് കൂടി നിങ്ങൾ. അതെ, ഇതൊരു ഫാം സ്കൂളൊക്കെ ആക്കി കിട്ടിയാൽ നല്ലൊരു സാധ്യതയാണ് ഇതിനുള്ളത്. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പഠിക്കാനുണ്ട്, കുറെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഈ പുസ്തകത്തിൽ മാത്രമല്ലല്ലോ അല്ല. അതെ, എനിക്ക് തോന്നുന്നു അതിലധികം പുറത്തുനിന്ന് പഠിക്കാനുള്ളതാണ് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ടീച്ചർ, എന്താണത്? ഇത് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും. അപ്പം ഇതിന്റെ പഴം ഉണ്ടായിട്ടില്ല, പക്ഷെ അതിന്റെ ഇത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പാമ്പിന്റെ ഇതുണ്ടല്ലോ, എന്താ പറയാ, മുകളിലുള്ള ചെതുമ്പല് അതുപോലുള്ള ഇതാണ് ഇതിന്റെ, അതുപോലത്തെ ഫ്രൂട്ട്സ് ആണ് ഇതിലുള്ള. പാമ്പിന്റെ ഷേപ്പ് അല്ല, പാമ്പിന്റെ ചെതുമ്പല് പോലെ, സ്കിന്ന് പോലെ. അതെ, നിറയെ മുള്ളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് വളരെ റയർ ആയിട്ടുള്ളൊരു. അതെ, ഇപ്പൊ ഒക്കെ ഉണ്ട്, കുറെ പേരുടെ തോട്ടത്തിൽ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ ഇഷ്ടപ്പെടുന്ന തുടക്കത്തിൽ തന്നെ ഉള്ളതാ. ഇത് നമുക്ക് ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. 3-4 വർഷമൊക്കെ കഴിയേണ്ടി വരുന്നതാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ. ഇതിപ്പോ 2 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ VTB കോളേജിൻ്റെ ഫുഡ് ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് ഇത്ര നേരം കണ്ടത്. നമ്മൾ വളരെ ചുരുങ്ങിയ കാഴ്ചകൾ മാത്രമാണ് കാണിച്ചു തന്നിട്ടില്ല, അല്ല ടീച്ചറെ? നമുക്ക് അത്ര അങ്ങോട്ട് ഒരുപാടുണ്ട്, പക്ഷെ അത്രയൊന്നും നമുക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാഴ്ചകൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നേരിട്ട് കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ വന്നു കഴിഞ്ഞാൽ മണ്ണമ്പറ്റ വിത്ത് ഡീറ്റെയിൽസ് അല്ലേ, ടീച്ചറിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും, എക്സ്പ്ലനേഷനൊക്കെ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും വളരെ നമുക്ക് അത്ഭുതം തോന്നുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇത്രയും പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ഈ ഒരു തലമുറ ഈ ഒരു കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞ രീതി വളരെ കൗതുകം തോന്നുന്നതാണ്. എന്തായാലും ഈ കൃഷിദീപം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത്തരം കാഴ്ചകൾ കാണിച്ച് നിങ്ങളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കർഷക കാഴ്ചയുമായിട്ട് കൃഷിദീപം തുടരുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. അവസാനിപ്പിക്കല്ലേ? എന്തെങ്കിലും ഒരു എനർജറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവസാനിപ്പിക്കാം. മതമേതെങ്കിലുമാകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താ
സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാർഗുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാ